നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 14 21 തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത. ഇപ്പോൾ വ്യാസ മഹർഷിക്ക് ഘൃതാജിയിൽ ഒരു പുത്രൻ ജനിച്ചിരിക്കുകയാണല്ലോ. ആ പുത്രനെ വ്യാസൻ ഗംഗയിൽ കുളിപ്പിച്ചു. അപ്പോൾ ശിശുവിൻ്റെ മേൽ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. അത്രയ്ക്ക് മഹാനാകാൻ പോകുന്ന ഒരു പുത്രനെയാണ് വ്യാസ മഹർഷിക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യാസൻ ആ പുത്രന് ജാതകർമാദികൾ ചെയ്തു. അപ്പോൾ ദേവന്മാർ ആകാശത്ത് നിന്നും പെരുമ്പറ മുഴക്കി. അപ്സര സംഘങ്ങൾ നൃത്തമാടി. ഈ പുത്രൻ്റെ ജനനത്തിൽ ദേവന്മാരും അപ്സര സംഘങ്ങളുമെല്ലാം വളരെയധികം സന്തോഷിച്ച് ആ പുത്രൻ്റെ ജനനം കൊണ്ടാടുകയാണ്. ഗന്ധർവ മുഖ്യന്മാർ പാട്ടുപാടി. നാരദനും തമ്പുരുവും ശിശുവിൻ്റെ ജനനത്തിൽ വളരെയധികം സന്തോഷിച്ചു. ദിവ്യനായ ശുഗനെ കണ്ടിട്ട് എല്ലാവരും സ്തുതിച്ച് കീർത്തിച്ചു. വിദ്യാധരന്മാരും അതുപോലെ ഈ ശിശുവിനെ സ്തുതിച്ച് പാട്ടുകൾ രചിച്ച് പാടി. ദണ്ടും കൃഷ്ണമൃഗത്തിൻ്റെ തോലും ദിവ്യമായ കമണ്ഡലവുമൊക്കെ അന്തരീക്ഷത്തിൽ നിന്നും ശുഗനു വേണ്ടി ഭൂമിയിൽ നിപതിച്ചു. തേജസ്വിയായ ബാലൻ ജനിച്ച മാത്രയിൽ തന്നെ വളർന്ന് വലുതാകുകയും ചെയ്തു. വ്യാസൻ ആ പുത്രന് ഉപനയന കർമ്മം നടത്തി. ഘൃതാജിയുടെ ശുഗീരൂപം, അതായത് തത്തയുടെ രൂപം കണ്ടതാണല്ലോ പുത്രോൽപത്തിക്ക് കാരണം. അതുകൊണ്ട് വ്യാസമുനി ആ പുത്രന് ശുഗൻ എന്ന പേര് നൽകി. ഇനി എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. ശ്ലോകം 21. ബൃഹസ്പതിമുപാധ്യായം കൃത്വാ വ്യാസസുതസ്തദാഹ വ്രതാനി ബ്രഹ്മചര്യസ ചകാര വിധിപൂർവകം. ബൃഹസ്പതിയെ ആചാര്യനാക്കിക്കൊണ്ട് വ്യാസപുത്രനായ ശുഗൻ ബ്രഹ്മചര്യവ്രതങ്ങൾ വിധിയനുസരിച്ച് അനുഷ്ഠിച്ചു. ശ്ലോകം 22-23. സോധീത്യ നിഖിലാൻ വേദാൻ സരഹസ്യാൻ സസംഗ്രഹാൻ ധർമ്മശാസ്ത്രാണി സർവാണി കൃത്വാ ഗുരുകുലേ ശുകഃ. ശ്ലോകം 23. ഗുരവേ ദക്ഷിണാം ദത്വാ സമാവൃത്തോ മുനിസ്തദാഹ ആജഗാമ പിതുർപാർശ്വം കൃഷ്ണദ്വൈപായനസ്യ. 22-23 ശ്ലോകങ്ങളുടെ അർത്ഥം. സകല രഹസ്യങ്ങളും സാരഭൂതങ്ങളുമായ എല്ലാ വേദങ്ങളും എല്ലാ ധർമ്മശാസ്ത്രങ്ങളും ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ചിട്ട് ഗുരുവിന് ദക്ഷിണ നൽകി സമാവർത്തന കർമ്മം പൂർത്തിയാക്കിയ ശുഗൻ അച്ഛനായ കൃഷ്ണദ്വൈപായനൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. വ്യാസൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. ശ്ലോകം 24. ദൃഷ്ട്വാ വ്യാസ ശുഗം പ്രാപ്തം പ്രേംണോദ്ധായ സസംഭ്രമം ആലിലിംഗ മുഹുർഘാണം മൂർധനി തസ്യ ചകാരഃ. ശുഗൻ വന്നത് കണ്ട വ്യാസമഹർഷി സംഭ്രമിച്ചെഴുന്നേറ്റ് ചെന്ന് പ്രേമപൂർവം ആലിംഗനം ചെയ്തു.
വീണ്ടും വീണ്ടും മൂർധാവിൽ ചുംബിച്ചു. ശ്ലോകം 25. പപ്രച്ഛ കുശലം വ്യാസ തഥാചാധ്യയനം ശുചിഃ ആശ്വാസ്യ സ്ഥാപയാമാസ ശുഭം തത്രാശ്രമേ ശുഭേ. കുശലം ചോദിച്ചു, അധ്യയനത്തെപ്പറ്റിയും ചോദിച്ചു. ആശ്വസിപ്പിച്ചിട്ട് തൻ്റെ ശുഭമായ ആശ്രമത്തിൽ വ്യാസൻ ശുകനെ പാർപ്പിച്ചു. ശ്ലോകം 26. ദാരകർമ്മ തതോ വ്യാസ ശുകസ്യ പര്യചിന്തയത് കന്യാം മുനിസുതാം കാന്താം അപൃച്ഛദതി വേഗവാൻ. തൻ്റെ പുത്രന് ഒരു ഭാര്യ വേണമല്ലോ എന്ന് വ്യാസൻ ആലോചിച്ചു. സൗന്ദര്യമുള്ള ഒരു മുനികന്യകയെക്കുറിച്ച് അതിവേഗം അന്വേഷണവും ആരംഭിച്ചു. 26 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. അധ്യായം 14. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.